ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. പിറകിൽ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇന്ന് കുറേ നമുക്ക് തീർക്കാനുള്ളതാണ്. നാളെയും കൂടിയേ ഉള്ളൂ. ആ കർദമദേവഹൂതി ദാമ്പത്യത്തിൻ്റെത് കഴിഞ്ഞിട്ട് നമ്മളത് ഇന്നലെ നന്നായി മനസ്സിലാക്കി. 6-ാമത്തെ പേജിൽ ഈ കലിയുഗ രാജവംശങ്ങൾ എന്ന് പറയും. കാരണം എന്താണ് ഈ നമ്മുടെ പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നതിൽ നമുക്ക് പറ്റിയിട്ടുള്ള ഒരുപാട് വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവിൻ്റെ തലത്തിൽ. ഒന്ന്, നമ്മൾ ഇതിനെ സത്യമായി വിശ്വസിച്ച് പോന്നു. ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് എന്ന്. അതാണ് നമ്മൾ ആമുഖത്തിൽ പറഞ്ഞത്. ചരിത്രപരവും ഭാഷാപരവും ഭക്തിപരവും തത്വചിന്താപരവും. അപ്പം നമ്മൾ ഇത് സംഭവിച്ചിട്ടില്ല എന്ന് നമ്മൾ പറയാനുള്ള കാരണം, ഇത് ആരാണോ രചിച്ചത് അദ്ദേഹമാണ് പറഞ്ഞിട്ടുള്ളത്. ആരാ രചിച്ചത്? വേദവ്യാസരാണ്. ആരോ ആവട്ടെ. ഇനിയിപ്പോൾ വ്യാസരല്ല എന്നും പറയുന്നവരുണ്ട്. നമ്മൾ ഈ തർക്കത്തിനൊന്നും പോകുന്നില്ല. എന്തായാലും ഇത് ഭാഗവത ഇവിടെ ഒരു അവസാനത്തേത് എന്ന്, വ്യാസരുടെ കൃതികളിൽ അവസാനത്തേത് എന്ന് പറയുന്നത്. ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ മുന്നിൽ വ്യാസർ ഒരുപാട് കഥകളൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ആമുഖത്തിലൊരു കഥയുണ്ട്. നിങ്ങൾക്കൊക്കെ അറിവുള്ളതായിരിക്കും, എല്ലാവർക്കും അറിയാം. സരസ്വതി നദിയുടെ തീരത്ത് വ്യാസർ ധ്യാനനിരതനായിട്ട് ഇരിക്കുക. എന്തിനായിക്കൊണ്ട് എന്നാണെങ്കിൽ ഈ മഹാഭാരതം രചിക്കുന്നതിൻ്റെ ഒരു പ്രേരണയായിട്ട്. അപ്പം ആളുടെ ഉള്ളിൽ ഈ മഹാഭാരതത്തിൻ്റെ ചിന്തയുണ്ട്. പക്ഷെ ഒന്ന് എഴുതണം. അതിനൊരു സഹായമായിട്ട് ആരുമില്ല. അങ്ങനെ ഭഗവാനെ തപസ് ചെയ്ത് പ്രത്യക്ഷനാക്കി എന്നാണ് കഥ. അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷനായിട്ട് ചോദിച്ച സമയത്ത് പറഞ്ഞു, എൻ്റെ ഉള്ളിൽ ഒരു ബൃഹത്തായ ഒരു കഥയുണ്ട്. എന്നിട്ട് മഹാഭാരതത്തെ ഒന്ന് സംഗ്രഹിച്ച് പറഞ്ഞു കൊടുത്തു. കഥയായിട്ടല്ല പറഞ്ഞത്. വൈവിധ്യങ്ങളാർന്ന ജീവജാലങ്ങൾ, വൈവിധ്യങ്ങളാർന്ന ജനത, അവരുടെ വസ്ത്രധാരണവും ഭക്ഷണവും എല്ലാ വൈവിധ്യങ്ങളുടെ ഒരു സമ്മേളനം. അങ്ങനെ അതിബൃഹത്തായ വിപുലമായ ഒരു വലിയ കഥാ സാഗരം എൻ്റെ ഉള്ളിലുണ്ട്. എനിക്കതൊന്ന് എഴുതണം. അതിനെ എനിക്ക് ആരാണ് എന്നെ സഹായിക്കാനുള്ളത്? ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോഴാണ് ഭഗവാൻ വ്യാസരോട് പറഞ്ഞു അത്രേ, ഗണപതി അതിന് സഹായിക്കും. ഈ കഥ എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ ഈ കഥയൊന്ന് മര്യാദയ്ക്ക് പഠിച്ചിരുന്നേ പ്രശ്നം തീർന്നേനെ. അപ്പം ഗണപതി സഹായിക്കുമെന്ന് പറഞ്ഞു. ശരി, ഗണപതിയെ പ്രത്യക്ഷനാക്കി. അപ്പം ഗണപതി ഒരു ഡീല് വെച്ചു. ഗണപതി പറഞ്ഞു, ഞാൻ എഴുതാം. എൻ്റെ ഒരു ഇടപാട് എന്താന്ന് പറഞ്ഞാൽ, എഴുതാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം നിർത്തിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എനിക്ക്, പിന്നെ എഴുതാൻ പറ്റില്ല. അപ്പോൾ വ്യാസർ എന്ത് ചെയ്തു? വ്യാസർ ഒരു ഡീല് വെച്ചു. വ്യാസർ പറഞ്ഞു, ഈ എഴുതുന്നത് മനസ്സിലാക്കിക്കൊണ്ട് വേണം എഴുതാൻ. വെറുതെ ഒരു ഡോക്യുമെൻ്റ് റൈറ്ററെ പോലെ അങ്ങോട്ട് എഴുതരുത്. ഈ പ്രൂഫ് നോക്കുന്നവർ, നിങ്ങൾ പ്രസ്സിൽ പ്രൂഫ് റീഡേഴ്സ് ഉണ്ട്. നിങ്ങളൊരു നോവൽ പ്രൂഫ് റീഡർക്ക് വായിക്കാൻ കൊടുത്താൽ അയാൾ ആ നോവലൊന്നും വായിക്കുന്നില്ല. അയാൾ വായിക്കുന്നത് എന്താ?
അക്ഷരങ്ങളുടെ ഘടന മാത്രമേ നോക്കൂ, ആശയം വായിക്കില്ല. പ്രൂഫ് റീഡർമാരെപ്പോഴും അതുകൊണ്ടാണ് പല പ്രൂഫ് റീഡർമാർക്കും പല ഇൻവിറ്റേഷനും കിട്ടുമ്പോൾ അവർ അറിയാതെ അവർ ഈ തെറ്റുകളൊക്കെയാണ് അവരാദ്യം പറയുക. അപ്പോൾ എന്തായാലും ഗണപതി ഇങ്ങനെ പറഞ്ഞു, എഴുതാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല. വ്യാസൻ പറഞ്ഞു, എന്താണോ എഴുതുന്നത് അത് നന്നായി മനസ്സിലാക്കിയിട്ട് വേണം അതിനെ എഴുതാൻ, മനസ്സിലാവാതെ എഴുതരുത്. അങ്ങനെ അവർ ഡീൽ ഉറപ്പിച്ച് മഹാഭാരതം എഴുതി തീർത്തു എന്നാണ്. പക്ഷേ നമ്മൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ഗണപതി എവിടെയെങ്കിലും ഗണപതിയുടെ പേന നിശ്ചലമായ ഇടമുണ്ടായിരുന്നോ? ഗണപതി എഴുതാൻ പറ്റാതെയായിട്ട് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അന്വേഷിച്ചിരുന്നുവെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലേ. അങ്ങനെയാണ് വ്യാസർ ഇത് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. പലയിടത്തും ഗണപതിക്ക് എഴുതാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഗണപതിക്ക് ബുദ്ധിമുട്ടുണ്ട് എഴുതാൻ. അതെവിടെയൊക്കെയായിരിക്കും? ഇപ്പം സൂര്യനിൽ നിന്ന് കുന്തിക്ക് കർണൻ പുത്രനായി ജനിച്ചു എന്ന് പറയുമ്പോൾ സൂര്യനിൽ നിന്നൊരു സ്ത്രീക്ക് എങ്ങനെയാണ് കുട്ടി ഉണ്ടാവുക? ഗണപതിക്ക് അതങ്ങോട്ട് എഴുതാൻ പറ്റില്ല. ഗണപതി അപ്പോൾ അവിടെ നിർത്തും, മനസ്സിലാവാതെ എഴുതാൻ പാടില്ലല്ലോ. അപ്പം ഗണപതി അത് മനസ്സിലാക്കാൻ ശ്രമിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇത് ഗണപതിക്കുള്ളതല്ല, നമുക്കുള്ള സന്ദേശമാണ്. ഇതിൽ വ്യാസർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഭാഷയുണ്ട്, അതിൻ്റെ പേര് സമാധി ഭാഷ എന്നാണ്. അതായത് വാച്യാർത്ഥത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ യാത്ര ചെയ്യേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ളതാണ്. അതാ രചിച്ച വ്യാസർ തന്നെ അതിന് ആമുഖം ചമയ്ക്കുന്നുണ്ട്. നമ്മൾ വിട്ടുപോയതാണ് ഈ പ്രശ്നം. അപ്പം ഇവിടെ അതാണ് നമ്മളിനി ആ ഒരു ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്, ചിന്ത ചെയ്യാൻ. ഇതിൽ ഒരുപാട് കഥകളുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, ജരാസന്ധനെ കീറുന്നതും എല്ലാം തന്നെ, ഓരോ ജനിക്കുന്ന കുട്ടികളെ എടുത്ത് തലയ്ക്കടിച്ച് കൊല്ലുന്നതും, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം എന്താണ്? നമ്മൾ നിശ്ചലമാകുന്നത്. അപ്പം ഗണപതി എഴുതുന്നത് മനസ്സിലാകാതെ എഴുതരുത് എന്ന് പറയുമ്പം നമ്മളോടുള്ള സൂചനയാണ്. ഇത് മനസ്സിലാവാതെ മുന്നോട്ട് പോവരുത്. അത് നമുക്ക് നോക്കാം. എന്താ 6-ാമത്തെ പേജിൽ കലിയുഗ രാജവംശങ്ങൾ എന്ന് പറഞ്ഞ് ഈ രാജാക്കന്മാരുടെ പേരുകൾ അങ്ങോട്ട് പറയുക. ഈ രാജാക്കന്മാരെല്ലാം മഹാഭാരതത്തിലും രാമായണത്തിലും പ്രബലന്മാരായിരുന്നവർ. പ്രധാനപ്പെട്ട കുറച്ച് പേര് ആരൊക്കെയാ പറയും? പൃഥു പൂരൂരവാ ഗാധിർ നഹുഷോ ഭരതോ അർജുന മാന്ധാദ സഗരോ രാമ ഗഡ്വാംഗോ ദുന്ദുഹാ രഘു തൃണബിന്ദുർ യയാദിശ്ച ശര്യാതിർ ശന്തനുർഗയ ഭഗീരഥ കുവലയാശ്വ കകുസ്തോ നൈഷധോ നൃഗ ഹിരണ്യകശിപുർവൃത്രോ രാവണോ ലോകരാവണ നമുജി ശംഭരോ ഭൗമോ ഹിരണ്യാക്ഷോധ താരക അന്യേച ബഹവോ ദൈത്യ രാജാനോ യേ മഹേശ്വര സർവേ സർവവിധശൂര സർവേ സർവജിതോജിതാ. ആരാണ് ഇവരൊക്കെ? ഇവരൊക്കെ കേമായിട്ടാണ് പറയുന്നത്. പേരുകളൊക്കെ ഉണ്ട്. ആരൊക്കെയാ? പൃഥു, പൂരൂരവസ്, ഗാദി, നഹുഷൻ, ഭരതൻ, അർജുനൻ, മാന്ധാതാവ്, സഗരൻ്റെ പുത്രനും പൗത്രന്മാരും എല്ലാവരും, രാമൻ, ഗഡ്വാങ്കൻ, ദുന്ദുഹാരൻ, രഘു, തൃണബിന്ദു, യയാതി, ശര്യാതി, ശന്തനു, ഗയൻ, ഭഗീരഥൻ, കുവലയാശ്വൻ, കകുസ്തൻ, നൈഷധൻ, നൃഗൻ, ഹിരണ്യകശിപു, വൃത്രൻ, രാവണൻ, ലോകരാവണൻ, നമുജി, ശംഭരൻ, ഭൗമൻ, ഹിരണ്യാക്ഷൻ, താരകൻ. തുടർന്നിട്ട് പറയുക അന്യേച ബഹവ രാജാ. ഇനി ഇതൊന്നുമല്ല, ഇവരെ കൂടാതെ എത്രയോ ആളുകൾ. മമതാം മയ്യവർത്തന്ത കൃത്തോച്വൈർ മർത്യധർമ്മിണ കഥാവശേഷ കാലേന ഹി അകൃതാർത്ഥ കൃതാ വിഭോ.
ഇവരൊക്കെ കാലവുമായി ബന്ധപ്പെട്ട് കാലത്തിൽ വർത്തിച്ച് പ്രവർത്തിച്ച് ഈ കാലം വിട്ടുപോയിട്ടുള്ളവരായി പറഞ്ഞിരിക്കുന്നു. ഇവരൊക്കെ ആരാണ്? നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഭാഗവതത്തിലും മഹാഭാരതത്തിലും ഒക്കെ ഉള്ള ശ്ലോകമാണ് സ്വാമി പറയാൻ പോകുന്നത്. ഇതെല്ലാം തന്നെ ഇതിപ്പോൾ എവിടെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വാദശ സ്കന്ധത്തിലാണ്, 3-ാമത്തെ അധ്യായത്തിലാണ്, 9-ാമത്തെ ശ്ലോകം മുതൽ 14 വരെയുള്ള ശ്ലോകങ്ങളാണ്. അതിൽ ഈ അവസാനത്തെ 14-ാമത്തെ ശ്ലോകം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താ പറയണത്? കഥാ ഇമാസ്തേ കഥിതാ മഹീയസാം വിതായ ലോകേഷു യശഃ പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വാചോ വിഭൂതിർ നതു പാരമാർത്ഥ്യം. കഥാ ഇമാസ്തേ കഥിതാ മഹീയസാം. ഈ മഹീയസാം, ഈ മഹാത്മാക്കളെ, ഈ വലിയ ആളുകളെന്ന് കരുതുന്നവരെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കഥകൾ, ഇവരെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുന്നതാണ്. ഇത് അവർ തമ്മിലുള്ള സംഭാഷണം പോലെ. എന്താണ് ഇതൊക്കെ? ലോകേഷു യശവിതായ പരേയുഷാം മഹീയസാം. ലോകത്തിൽ യശസ്സിന് വിസ്തരിച്ച് കടന്നുപോയിട്ടുള്ള ആൾക്കാർ. എന്തിനാ ഞാൻ ഇവരെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നത്? ഇവിടെ പറയുന്നു, വിജ്ഞാന വൈരാഗ്യ വിവക്ഷയ വിഭോ. ഇവരെക്കുറിച്ചൊക്കെ ഇവരെയൊക്കെ ചേർത്തുകൊണ്ട് ഈ കഥകളൊക്കെ പറഞ്ഞത് എന്തിനാ? നിങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങേക്ക് അറിവുണ്ടാകും. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, വിശേഷേണയുള്ള ജ്ഞാനം, അറിവ്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ രാഗമില്ലായ്മ, പലതിനോടുമുള്ള അമിതമായ സംഘം, അതാണ് അജ്ഞാനം. ആ സംഘത്തിൽ നിന്നുള്ള ഒരു നിവൃത്തി, നിസ്സംഗതയെയും അതുപോലെ അറിവും. ഈ മഹാഭാരത കഥയുടെ ഉദ്ദേശം അറിവുണ്ടാവുകയും ആ അറിവിൻ്റെ ഫലമായി ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഉടമസ്ഥതയെ കൈയൊഴിയുന്നത്. അപ്പോൾ ഈ അറിവിനും ഈ ഉടമസ്ഥതാബോധം കൈയൊഴിയുന്നതിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞിട്ടുള്ളത് എന്ന് ആര് പറയുന്നു? വ്യാസർ പറഞ്ഞു, ശ്രീശുക ബ്രഹ്മർഷി. അപ്പം ഇത് ഈ സന്ദീപാനന്ദഗിരി അത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ ഈ നടക്കുന്നത്? അതാ നമുക്ക് മനസ്സിലാവാത്തത്. ഇത് ഓരോ സ്കൂളിൽ ഷീറ്റ് എഴുതുന്ന സ്വാമിമാരുടെ അടുത്തൊക്കെ പോയിട്ട് ക്യാമറയായിട്ട് പോയിട്ട് ചോദിക്കുകയാണ്. നമ്മൾ ഈ അടുത്ത് യൂട്യൂബിലൊക്കെ കാണാം. കാഷായ ഇട്ട എല്ലാവരും സ്വാമിയൊന്നും ആവണമെന്നില്ല. ഇത് പഠിച്ചവൻ കാഷായം ഇടണമെന്നുമില്ല. അങ്ങനെയുണ്ട്. അപ്പോൾ ചെന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ഇങ്ങനെ ഒരു സ്വാമി ഇങ്ങനെ മഹാഭാരതമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്, അപ്പോൾ അതെന്താണ് അതങ്ങനെ? അപ്പോൾ സ്വാമിമാർ അഭിപ്രായം പറയുക, ഇത് പഠിക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് അങ്ങനെ പറയാൻ പറ്റൂ. എന്നാൽ പിന്നെ ഇത് ക്യാമറയായിട്ട് ആരുടെ അടുത്താണ് വരേണ്ടത്? നമ്മുടെ അടുത്താണ് വരേണ്ടത്. അല്ല നിങ്ങളാണല്ലോ ഇങ്ങനെ പറയുന്നത്, അതെന്താ എന്ന് ചോദിക്കേണ്ടത് നമ്മളോടാണ്. നമ്മുടെ അടുത്ത് വരാറില്ല. അപ്പം ഇതിൽ തന്നെ പറഞ്ഞിരിക്കുന്നു ഇതെന്താണ്? ഇതാ അടുത്ത വരിയിൽ പറയാം, വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ. ഞാനിത് അറിവുണ്ടാകുന്നതിനും അറിവിനനുസൃതമായി നിസ്സംഗതയെ കൈവരിക്കുന്നതിനും വേണ്ടി പറഞ്ഞതാണ്. ഇതൊന്നും എന്തല്ല, വാചോ വിഭൂതിർ. അവസാനത്തെ വരുന്നു, വാചോ വിഭൂതിർ. എൻ്റെ വാഗ്വിലാസങ്ങളാണ്, എൻ്റെ വാചക കസർത്തുകളാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എൻ്റെ വാക്കുകളെ കൊണ്ട് ഞാൻ നെയ്തെടുത്തിട്ടുള്ള വലിയൊരു സൗധമാണ്, കൊട്ടാരമാണ്, അല്ലെങ്കിൽ ഞാൻ സൃഷ്ടിച്ച ലോകമാണ്. വാക്കുകൾ കൊണ്ട് ഞാൻ എടുത്ത ലോകമാണ്, സൃഷ്ടിച്ചതാണ്. ഇതെന്തല്ല, നതു പാരമാർത്ഥ്യം. ഇതൊന്നും പരമാർത്ഥത്തിലുള്ളതല്ല. ഇതെന്തല്ല, പരമാർത്ഥത്തിൽ ഉള്ളത് അല്ല. ഇതറിഞ്ഞാൽ വലിയ സമാധാനം. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. ഈ മഹാഭാരത യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഹാഭാരത കഥ എന്ന് പറഞ്ഞാൽ എന്താ?
ഒരു സോളാർ കഥ. അതിൻ്റെ അപ്പുറത്ത് എന്താ? അതിലാരെയൊക്കെ നിങ്ങൾക്ക് കൂട്ടാമോ? ഗൺമോനെയോ ഗൺമേനെയോ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭൂമി തട്ടിപ്പോ അതും ഇതും എല്ലാം ഉണ്ട് ഇതിൽ. അപ്പം ഇങ്ങനെയൊരു കഥ നിങ്ങൾ ഇത്ര താല്പര്യത്തോടു കൂടി കേൾക്കുന്നത് എന്തിനാണ്? നമുക്ക് പരിചയമുള്ളത് ഈ കഥയാണല്ലോ. അതുകൊണ്ട് ഈ കഥാരൂപത്തിൽ പറഞ്ഞു. സ്വാമി ഇന്ന് ബാണ്ടൂപ്പിൽ പോയിട്ട് ഉച്ചയ്ക്ക് വരാൻ അവിടെ വന്നു. റൂമിൽ വന്ന് കുറച്ച് നേരം കിടന്നു. കുറച്ചങ്ങോട്ട് മയങ്ങിപ്പോയി. പക്ഷെ പിന്നെ പെട്ടെന്ന് തോന്നി താഴെ ഒന്ന് പോയിട്ട് വെറുതെ ഒന്ന് താഴേക്കൊന്ന് പോകണമെന്ന് തോന്നി. അപ്പോൾ ഇത് ലോക്ക് ചെയ്തു. നമ്മൾ താഴേക്ക് ലിഫ്റ്റിൽ താഴേക്ക് ഇറങ്ങുക. അപ്പം ഡോറ് ലോക്ക് ചെയ്തപ്പോൾ ചാവി നമ്മുടെ കയ്യിൽ തന്നെയാണ്. ലിഫ്റ്റിൻ്റെ ഡോറ് തുറന്നു. ആ കൊലാപ്സർ ഗേറ്റ് പോലെ ഇല്ലേ, അതടച്ചു. മറ്റേ ഫ്രണ്ട് വലിയ ഡോറല്ലേ, അതടച്ചു. ആ കൊലാപ്സർ പോലെ എന്നിട്ട് അടച്ചു. ഇത് താഴേലും ചാവി കിടിക്കെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കടക്കടക്കെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. ഇത് തുറക്കലും അത് പോവലും നമ്മൾ ബലം പിടിച്ചൊരൊറ്റ തുറക്കൽ അങ്ങോട്ട് തുറക്കലിൽ ലിഫ്റ്റ് എന്താ പറയുക, ലിഫ്റ്റ് നിന്നില്ല, ഇതങ്ങോട്ട് തുറന്നു. നമ്മളാണ് കയ്യും അങ്ങോട്ട് ഇട്ടു. പെട്ടെന്ന് എന്തൊക്കെയോ ശബ്ദമൊക്കെ കേട്ടു. നോക്കുമ്പോൾ എന്താ, ഉച്ചയ്ക്കൊന്ന് മയങ്ങിയതായിരുന്നു. നമ്മൾ താഴേക്ക് പോയിട്ടുമില്ല, ലിഫ്റ്റിൽ നിന്ന് കീ വീണിട്ടുമില്ല. ഇപ്പം രാജി പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. പടച്ചോനെ, ഇതിപ്പോൾ ഞാൻ സമാധാനം പറയേണ്ടി വരുമല്ലോ. നമ്മളെവിടെയും പോയിട്ടില്ല. നമ്മളവിടെ ഒന്ന് ഇറങ്ങി ഒന്ന് മയങ്ങിയപ്പം കണ്ട സ്വപ്നമാണ്. സ്വാമി കണ്ട സ്വപ്നമായിരുന്നു എന്ന വരി, ആ ഒരു വരി നിങ്ങൾ വായിക്കാത്തിടത്തോളം കേൾക്കാത്തിടത്തോളം കാലം നമ്മളീ പറഞ്ഞ സാധനം അപകടം പിടിച്ചൊരു സാധനമാണ്. പക്ഷെ ആ ഒരു വരി എത്രമാത്രം പ്രസക്തമാണോ മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ ഭാഗവതത്തിൻ്റെ മഹാഭാരതത്തിൻ്റെയൊക്കെ അവസാനം കൊണ്ടുപോയിട്ടാണ് വ്യാസൻ ഈ വരി ഫിറ്റാക്കിയത്. അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നാട്ടിലിതിപ്പോൾ വലിയൊരു പൊല്ലാപ്പായിരിക്കുക. നാട്ടിലിതിനെ ചൊല്ലി വലിയ ബഹളം നടക്കുന്നുണ്ട്. ഇതിപ്പം നമ്മൾ സന്ദീപാനന്ദഗിരി എഴുതി ഉണ്ടാക്കിയതല്ലല്ലോ. ഇതാരാ പറഞ്ഞിരിക്കുന്നത്? നതു പാരമാർത്ഥ്യം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വാചോ വിഭൂതിർ നതു പാരമാർത്ഥ്യം. അപ്പം ഇതെല്ലാം പരമാർത്ഥത്തിലുള്ളതല്ല, എന്നാൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇതറിയണമെന്ന്. ഇതറിഞ്ഞിട്ടില്ലെങ്കിലോ വലിയ പ്രശ്നം. ആ കൃഷ്ണൻ അവതരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ളതാണ് അടുത്തത്. ഇതറിഞ്ഞാലോ മഹാഭാരത കഥകൾ മുഴുവൻ. പിന്നെ ഇതിൽ ഓരോരുത്തർ ചോദിക്കുന്നത് എന്താണെന്നറിയും. ഈ ദ്വാരക എന്താണ്, കൈലാസം എന്താണ്, മാനസരോവരം എന്താണ്? പിന്നെ അവർ പറയുന്നത് അതാണ്. ഇതൊക്കെ സാങ്കല്പികമാണെങ്കിൽ ഇയാൾ എന്തിനാ ഈ ടൂർ കൊണ്ടുപോകണമെന്ന് ഓരോ സ്ഥലത്തേക്ക്? നമ്മുടെ കൂടെ വന്ന ആരോടെങ്കിലും നമ്മളിതാ ഇവിടെയാണ് രാമൻ ഇരുന്നത്, ഇവിടെയാണ് സീത ഇരുന്നതെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. കുരുക്ഷേത്ര ഭൂമിയിൽ നമ്മൾ കൊണ്ടുപോയി ഗീതാ ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. അവിടെ വെച്ചു അവരോട് പറഞ്ഞത് എന്താ, നമ്മുടെ ഇങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതവുമായി രാമായണത്തെയും മഹാഭാരതത്തെയും ബന്ധിപ്പിച്ചിട്ടുണ്ട്. ആചാരങ്ങളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ. നമ്മുടെ പേരുകൾ അത്തരത്തിലുള്ള ആളുകളുടെയാണ്. രാമൻ്റെയും സീതയുടെയും കൃഷ്ണൻ്റെയും അതുപോലെ രുക്മിണി ഇതൊക്കെയാണ്.
മഹാഭാരതവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആരും രാവണൻ എന്ന് പേരിടാറില്ല. എന്തോ കംസൻ നായർ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഏതെങ്കിലും ആളുകൾ വിളിക്കുമായിരിക്കും ചിലപ്പോൾ. അങ്ങനെയില്ല. പറഞ്ഞു വന്നത് എല്ലാറ്റിലും ഉണ്ടത്. അപ്പം നമ്മുടെ ഭൂമിയിലും അവരത് എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഹിമാലയത്തിൽ പോയി കഴിഞ്ഞാൽ മുഴുവൻ കാണുന്നത് അങ്ങനെയുള്ളതാണ് ഭൂപ്രദേശങ്ങൾ. ഉപനിഷത്തും മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ട ഭൂപ്രദേശങ്ങളാണ്. ഇവിടെ എത്രയോ ആളുകൾ ജീവിച്ചിട്ടുണ്ട്. ശ്രീരാമന് സദൃശനായി അവരുമായിട്ടൊക്കെ അത്തരം ഗുണവിശേഷങ്ങളൊക്കെ ഉള്ള എത്രയോ മഹാത്മാക്കൾ ഈ ഭൂമണ്ഡലത്തിൽ ജീവിച്ച് മരിച്ചു പോവുകയും ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലൊന്നും ആർക്കും ഒരു തർക്കവുമില്ല. പക്ഷെ നമ്മൾ ഈ ഒരു ബന്ധവുമില്ലാത്ത വിധത്തിൽ ഇതിനെ മനസ്സിലാക്കി വെച്ചാൽ, അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതവുമായി അങ്ങേയറ്റം ബന്ധപ്പെട്ടിരിക്കണു എന്നുള്ളത് നമ്മളിതാ പഠിക്കാൻ പോവുക. നിങ്ങൾ തലവണ്ട ഇതിപ്പോൾ അതങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താ ഇപ്പം നഷ്ടപ്പെടാനുള്ളത്? നിങ്ങൾക്ക് നേടാനേ ഉള്ളൂ, നഷ്ടപ്പെടാനൊന്നുമില്ല. നിങ്ങളാകെ നഷ്ടപ്പെടുന്നത് എന്താണെന്നറിയോ? ഒരു വലിയ 10,000 വർഷങ്ങളായിട്ടുള്ളൊരു ഗുഹയാണ്, ഇരുട്ട് ഗുഹയാണ്. ഒരു ചിരാത് തെളിയുന്ന പ്രക്രിയ ഇത്. ആ ചിരാത് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുട്ട് പിന്നെ ഉണ്ടാവില്ല. പേടിക്കൊന്നും വേണ്ട. 15,000 കൊല്ലമായിട്ട് ഞാനിതിനെ കാത്തു സൂക്ഷിക്കല്ലേ. തെളിയട്ടെ അത്. അപ്പോഴിത് അങ്ങോട്ട് മാറും. തെളിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പോവും. അപ്പം ഇതിൽ കേൾക്കൂ, കൃഷ്ണൻ അവതരിക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപുള്ള ശ്ലോകങ്ങളാണ്. ദശമത്തിൽ നിങ്ങൾക്കറിയാലോ, ദശമസ്കന്ധത്തിലാണ് കൃഷ്ണൻ്റെ അവതാരം. 2-ാം അധ്യായം 3-ാം അധ്യായം 2-ാം അധ്യായം അതിന് തൊട്ട് മുൻപുള്ളതാണ്. അതിൽ 2 ശ്ലോകങ്ങൾ ദേവന്മാർ പറയുന്നതാണ്. ആരാണ് കൃഷ്ണൻ? ആ ഭാഗങ്ങളൊക്കെ മുഴുവനായിട്ട് എടുക്കേണ്ടതാണ്. എന്നാലും സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം ഹൃദസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഃ ഏകായനോസൗ ത്രിമൂലഃ ചതുരസ പഞ്ചവിധ ഷഡാത്മാ സപ്തത്വകഷ്ടവിടവോ നവാക്ഷോ ദശചതി ദ്വിഗോ ഹ്യാദിവൃക്ഷ. ആരാണ് കൃഷ്ണൻ എന്ന് ദേവന്മാർ പറയും. ഇനി ആരാണ് കൃഷ്ണൻ എന്ന് കൃഷ്ണന് ജന്മം കൊടുത്ത ദേവകി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വസുദേവർ പറയുന്നുണ്ട്. എല്ലാം ശുദ്ധ വേദാന്തമാണ്. അതൊന്നും നമ്മൾ കേൾക്കാറില്ല എന്നുള്ളതാണ് സത്യം. നമ്മളെ സംബന്ധിച്ച് എന്താണ്? തമദ്ഭുതംബുജപാലെ എന്ന് പറയുമ്പോഴേക്കും മണിയടിയായി, ശങ്കായി, ബഹളായി. പിന്നെ നമ്മൾ പുസ്തകമൊന്നും നമ്മൾ അടുത്ത വരി നമ്മൾ നോക്കില്ല. പിന്നെ എന്താ എന്നുള്ള ഒരു, എന്തിന് നിങ്ങളിങ്ങനെ ആർത്ത് വിളിക്കണം? നിങ്ങൾക്ക് എന്തുകൊണ്ട് അടുത്ത വരികൾ എന്താണ്, അതിൻ്റെ വ്യാഖ്യാനം കേൾക്കാനും പഠിക്കാനും ശ്രമിച്ചുകൂടാ? കൃഷ്ണാവതാരം ഏറ്റവും പ്രധാനപ്പെട്ടതാണെങ്കിൽ ഏറ്റവും നന്നായി പഠിക്കേണ്ടത് അതല്ലേ? അതെന്തോ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇരുന്ന് നോക്കിക്കോളൂ. പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ നല്ലൊരു കമൻ്ററി ഉണ്ട്. ഓരോ ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ, എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന്. അപ്പം അതിന് തൊട്ട് മുൻപുള്ളത് പറയുകയാണ്. സത്യവ്രതം സത്യപരം ത്രിസത്യം. സത്യവ്രതം, സത്യത്തെ വ്രതമായി സ്വീകരിച്ചിട്ടുള്ള, സത്യം പരം, സത്യമായ പ്രാപ്യസ്ഥാനത്തോടു കൂടിയിട്ടുള്ള, ത്രിസത്യം, 3 കാലത്തും സത്യമായിട്ട് യാതൊന്നാണോ, സത്യസ്യ യോനി, സത്യത്തിൻ്റെ കവാടം ആയിട്ടുള്ള, സത്യേ നിഹിതം, സത്യത്തിൽ സന്നിഹിതമായിരിക്കുന്ന, സത്യസ്യ സത്യം, സത്യത്തിൻ്റെ സത്യമായിട്ടുള്ള, ഹൃദസത്യനേത്രം, വാക്കിൻ്റെയും എല്ലാറ്റിനും അധിപനായിരിക്കുന്ന, അതുകൊണ്ടാണ് ഗോവിന്ദൻ എന്ന് പറയുന്നത്. ഗവാം വാണിബിർ വിന്ദതേ വേദാന്തവാക്യേഹി ഇത് ഗോവിന്ദ എന്ന് പറയും. വാക്കിൻ്റെ അധിപനാണ് ഗോവിന്ദൻ. അതുകൊണ്ട് ഹൃദസത്യനേത്രം, വാക്കിൻ്റെ സത്യമായിരിക്കുന്ന, അതിന് കണ്ണായിരിക്കുന്ന, ത്വാം ശരണം പ്രപന്നാഹ, അങ്ങേ ഞങ്ങൾ ശരണം ഗമിച്ചിരിക്കുന്നു, അങ്ങയിൽ ഞങ്ങൾ ശരണാഗതരാണ്. എന്നിട്ട് കൃഷ്ണ
അങ്ങ് ഇതാകുന്നു എന്ന് ദേവന്മാർ പറയുക. അങ്ങ് ആരാണ്? ഒരാദി വൃക്ഷമാണ്, ഒരു വൃക്ഷമാണ് എന്ന് പറയാം. എങ്ങനെയുള്ള വൃക്ഷം പറയുന്നു? ഏകായനോസൗ ദ്വിബല ത്രിമൂല ചരൂരസ പഞ്ചവിധ ഷടാത്മാ സപ്തത്വകഷ്ടവിടപോ നവാക്ഷോ ദശച്ചതി ദ്വിഗോ ഹ്യാദിവൃക്ഷ. അപ്പം എന്താ, ഈ വൃക്ഷത്തിന് ഏകായനം ഒരാശ്രയമാണുള്ളത്, ദ്വിഫല രണ്ട് ഫലങ്ങളാണുള്ളത്, ത്രിമൂല മൂന്ന് വേരുകളാണുള്ളത്, ചരൂരസ നാല് രസങ്ങളാണ്, പഞ്ചവിധ അഞ്ച് പ്രകാരത്തിലാണ്, ഷടാത്മാ ആറ് ഭാവത്തിലുള്ളതാണ്, സപ്തത്വക് ഏഴ് ത്വക്കുകളോട് കൂടിയിട്ടുള്ള തൊലിയോട് കൂടിയിട്ടുള്ളതാണ്, അഷ്ടവിടവ എട്ട് കൊമ്പുകളുണ്ട്, നവാക്ഷ 9 ദ്വാരങ്ങളുണ്ട്, ദശഛതി 10 ഇലകളുണ്ട്, ദ്വിഗ 2 പക്ഷികൾ അതിലിരിക്കുന്നുണ്ട്. ഇതാണ് ഇങ്ങനെയുള്ളൊരു ആദിവൃക്ഷമാണ് അങ്ങ്. ഇതെന്ത് വൃക്ഷം? അത് നല്ല കാലത്തിന് ഹിന്ദുക്കൾ ഇങ്ങനെയൊരു വൃക്ഷം പൂജിക്കാൻ തുടങ്ങിയിട്ടില്ല. കാരണം സ്കോപ്പുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്നു ഇതാണ് കൃഷ്ണൻ എന്ന്. വലംപിരി പോലെ ഇതൊന്നും ഉണ്ടാക്കി ഈ ശ്ലോകവും കൂടെ ചൊല്ലിയാൽ ടി വിയിൽ നല്ലൊരു ആഡും കൂടെ വന്നാലുണ്ടല്ലോ, നിങ്ങളൊക്കെ വരി നിൽക്കും, ബിവറേജിൽ വരി നിൽക്കുന്ന പോലെ. ഈ വൃക്ഷം മേടിച്ച് വീട്ടിൽ വയ്ക്കാം. എന്താ ഈ വൃക്ഷം? ഇങ്ങനെയൊരു വൃക്ഷം ഉണ്ടോ? ഇല്ല. ഭഗവത്ഗീതയിലും പറയും ഊർധ്വമൂലം അവാക്ശാഖ, ഊർധ്വമൂലം അവാക്ശാഖ ഖഡോപനിഷത്ത്, ഊർധ്വമൂലമധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ചന്ദാംസി യസ്യ പർണാനി യസ്തം വേദസ വേദവിത് എന്നൊരു തലകീഴായ ഒരു വൃക്ഷത്തെ പറഞ്ഞിട്ട് ഭഗവാൻ ഉടനെ പറയാണ് നരൂപമസ്യേഹ തതോപലഭ്യത. ഈ വൃക്ഷത്തിൻ്റെ രൂപം നീ അന്വേഷിച്ച് പോയാൽ എവിടെയും കിട്ടില്ല കാണാൻ. ഇത് കാണാൻ കിട്ടുന്ന വൃക്ഷമല്ല. അപ്പം ഈ പ്രപഞ്ചമാകുന്ന വൃക്ഷം. അപ്പം നോക്കൂ, ഈ തത്വത്തെ ഒരു വൃക്ഷത്തിൽ അവതരിപ്പിക്കുന്നു ഋഷി. അപ്പോൾ വ്യാസർക്ക് ഒരു വൃക്ഷത്തിൽ നമുക്ക് ഈ പറഞ്ഞു തരാനുള്ള തത്വത്തെ മുഴുവൻ അവതരിപ്പിക്കാൻ അറിയാം. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് യുദ്ധം ചെയ്യുന്നതിൽ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നാണ്. എങ്ങനെയാണ് ഒരാൾക്ക് സ്ഥലജല വിഭ്രാന്തി ഉണ്ടായി അയാൾ അതിൽ പതിക്കുന്നത്? ഇതേ തത്വമാണ്. ഭാഗവതത്തിൻ്റെ ആരംഭത്തിലെ തത്വം എന്താണ്? പരീക്ഷിത്ത് മഹാരാജാവ് ശമീകൻ എന്ന ഋഷിയുടെ ആശ്രമത്തിൻ്റെ മുന്നിൽ പോയി നായാടി തളർന്ന് അദ്ദേഹം വെള്ളത്തിന് വേണ്ടി യാചിച്ചു. അദ്ദേഹം അറിഞ്ഞില്ല. ചത്ത പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ടു. അദ്ദേഹം തിരിച്ചുപോയി. അങ്ങനെ കിട്ടിയ ശാപമാണ് അത്രേ. ഇന്നേക്ക് 7-ാം ദിവസം തക്ഷകൻ കടിച്ചു മരിക്കുമേ. ആരായി തക്ഷകൻ? തക്ഷകനെ ഭാഗവതത്തിൽ കൃത്യമായി പറയുന്നു. കാലവ്യാള മുഖഗ്രാസ നാശ നിർനാശ ഹേതവേ. കാലമാകുന്നതാണ് ഈ വ്യാളം. അപ്പം എന്താ പരീക്ഷിത്ത് ചെയ്തത്? പരീക്ഷിത്ത് എന്താണോ ചെയ്തത് അത് തന്നെയാണ് നമ്മളും ചെയ്തത്. പരീക്ഷത്തിന് എന്ത് ശാപമാണോ കിട്ടിയത് അതേ ശാപമാണ് നമുക്കും കിട്ടിയത്. ശമീകൻ എന്ന് പറഞ്ഞാൽ ആരാ? ശമീകമായിട്ടുള്ള ശമ എന്ന് പറഞ്ഞാൽ നമ്മളിത് നന്നായി പഠിക്കാൻ പോകുന്നുണ്ട് ശമയെക്കുറിച്ച്. എന്നാലും ശമ എന്ന് പറഞ്ഞാൽ മനോനിഗ്രഹ, ശമം. അപ്പം ശമയെ ശീലമാക്കിയിട്ട് ആ മനസ്സിനെ നിയമനം ചെയ്ത് ആ ശമീകനെ പറയുന്നത് തന്നെ അതാണ്, ബ്രഹ്മലീനനായിരിക്കുന്ന ബ്രഹ്മഭാവത്തിൽ ആ സമാധിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അതായത് ആനന്ദ സ്വരൂപനായിരിക്കുന്ന ഒരുവൻ എന്ന് പറഞ്ഞാൽ ശുദ്ധ ചൈതന്യം. ശുദ്ധ ചൈതന്യത്തെ പ്രതിനിധാനം ചെയ്യുന്നു ശമീകൻ. ആ ശമീകനിലേക്ക്, ഇതാണ് നമ്മൾ ശരിയായിട്ടുള്ള നമ്മുടെ സ്വരൂപമാണ് ശമീകൻ. ശമീകൻ്റെ അവസ്ഥയാണ്. അതിലേക്ക് പരീക്ഷിത്ത് എന്ത് ചെയ്തു? ചത്തത് എന്ന് പറഞ്ഞാൽ ജഡം. ജഡത്തെ എടുത്ത് അങ്ങനെ തോണ്ടിയിട്ട്, അതും പാമ്പാണ്. പാമ്പ് കാമത്തിൻ്റെ പ്രതീകവും കൂടിയാണ്. കാമനയാൽ നാഗത്തെ എവിടെയൊക്കെ ഉപനിഷത്തിലും ശാസ്ത്രത്തിലും അവതരിപ്പിച്ചിട്ടുണ്ടോ ഒക്കെ കാമത്തിൻ്റെ പ്രതീകമാണ്. അതിനെയാണ് എടുത്തിങ്ങനെ
ജീവനില്ലാത്തതിനെയാണ് എടുത്ത് കഴുത്തിലേക്ക് ഇട്ടത് എന്ന് പറഞ്ഞാൽ ചൈതന്യത്തിൽ ജഡത്തെ ആരോപിച്ചു. എന്താണോ പരീക്ഷിത്ത് ചെയ്തത് അത് തന്നെയാണ് ദുര്യോധനനും ചെയ്തത്. സ്ഥലത്തിൽ ജലമെന്നും ജലത്തെ സ്ഥലമെന്നും ആരോപണമാണ്. ഇതന്നെയാണ് നമുക്കും പറ്റിയിരിക്കുന്നത്. നമ്മൾ യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചിരിക്കുന്നു. ഇവർക്കൊക്കെ പറ്റിയത് ഏതൊക്കെ വിധത്തിൽ പറ്റിയിട്ടുണ്ടോ അതേ വിധത്തിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമുക്കും പറ്റിയിട്ടുണ്ട്. നമ്മുടെ അമളികളും ഇവരുടെ ഈ പറ്റിയിട്ടുള്ള മഹാഭാരതത്തിലെ സംഭവവുമായിട്ട് ഒക്കെ ചേർത്ത് വയ്ക്കാവുന്നതാണ്. ഇതാണ് അറിയേണ്ടത്. ഇത് തന്നെയാണ് രഘുഗണ മഹാരാജാവിന് പറ്റിയത്. രഘുഗണൻ്റെ കാവണ്ടം എടുത്തിട്ട് വയ്ക്കുന്ന ജഡഭരതൻ ഈ തത്വമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ജഡഭരതൻ എന്ന് ഭരതൻ എന്താണ്? ശുദ്ധ ബ്രഹ്മമാണ്. അതുകൊണ്ടാണ് അവനെ നാലാമൻ എന്ന് പറഞ്ഞത്. 3 കാവണ്ടക്കാർക്ക് ചേർന്ന് നടക്കാൻ പറ്റാത്തവൻ നാലാമത്തത് തുരീയം എന്ന് പറയും. ആരോ ഒരു സംശയം ചോദിച്ചു, തുരീയാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലാമത്തേത് എന്നാ തുരീയം. തുരീയം അവസ്ഥയല്ല. അതുകൊണ്ട് അവസ്ഥയ്ക്കപ്പുറത്ത് എന്ന് പറയുമ്പം തുരീയത്തെ അവസ്ഥയായി എടുക്കുമ്പോൾ പറയുമ്പോൾ അവസ്ഥ എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. തുരീയാവസ്ഥ എന്ന് പറയാറില്ല. തുരീയം എന്നേ പറയുള്ളൂ. ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ. തുരീയം നാലാമത്തേത്. ആ നാലാമനാണ് ആര്? ഭരതൻ, ജഡഭരതൻ. അതിന് ജഡഭരതൻ ഉന്മത്തൻ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ദ്വന്ദ്വങ്ങളെയൊക്കെ അതിവർത്തിച്ച ഒരു വ്യക്തിത്വമായിട്ട് ആ കഥയിൽ അവതരിപ്പിച്ചു. എന്നിട്ട് അയാളോടാണ് ചോദിക്കുന്നത്. അതിൽ ജഡഭരത രഘുഗണ സംവാദം മുഴുവൻ വേദാന്തമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളെന്താ വിചാരിച്ചത്? നമ്മൾ ഈ ഹരിദ്വാറിൽ ഋഷി അല്ല എന്താ പറയുക, ഹിമാലയത്തിലൊക്കെ പോകുമ്പോൾ കാവണ്ടത്തിലെടുത്ത് പോകുന്നുണ്ടല്ലോ, അതുപോലെ പോയ കഥ ആയിട്ടാണ് നമ്മൾ കരുതിയത്. നമുക്ക് പരിചയമുള്ള ഒരു സംഭവമാണ്. ആ പരിചയമുള്ള എത്രമാത്രം നമുക്ക് പരിചിതമാർന്ന ഒന്നാണോ ആ പരിചിതമാർന്ന ഒരു സംഭവത്തിലേക്ക്, ഒരു ഉപമയിലേക്ക്, ഒരു ദൃഷ്ടാന്തത്തിലേക്ക് ഈ തത്വത്തെ അവതരിപ്പിച്ചിരിക്കുക. അപ്പോൾ നമ്മളെന്ത് വിചാരിച്ചു? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പണ്ട്. എങ്ങനെയാണ് ഇനിയിപ്പോൾ നമ്മളെ നേരെയാക്കാൻ പറ്റുക? ഇനി എങ്ങനെയാണ് ഇനിയിപ്പോൾ നമ്മളെ പഠിപ്പിക്കാൻ പറ്റുക? ഉപനിഷത്ത് നേരിട്ട് പറഞ്ഞിട്ട് മനസ്സിലാവില്ല. തദേജതി തന്നൈജതി തദ്ദൂരെ തദന്തികെ തദന്തരസ്യ സർവസ്യ തതു സർവസ്യാസ്യ ബാഹ്യത എന്ന ഉപനിഷത്ത് മന്ത്രത്തെയാണ് രഘുഗണ ജഡഭരത സംഭവത്തിൽ ഒതുക്കി വച്ചിരിക്കുന്നത്. അതിൽ ചോദിക്കുന്നതും എല്ലാം അങ്ങനെയാണ്. രാജാവേ, എങ്ങോട്ടേക്കാണ് അങ്ങക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭാരമുള്ളവനെന്നോ ഭാരം വഹിക്കുന്നവനെന്നോ വഹിച്ചവനെന്നോ പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് എത്താനുണ്ടോ, എവിടെ നിന്നെങ്കിലും പുറപ്പെടാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഭാഗങ്ങൾ പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഏകായനം, വൃക്ഷത്തിന് ഒരാശ്രയമാണ്. ആ ഒരാശ്രയം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാശ്രയം.